എന്താണ് മാഡം ജൂലിയൻ ഓസിലേഷൻ? സാധാരണ കേരളത്തിൽ മഴ പെയ്യുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഈ കൊല്ലം മഴ ഭയങ്കരമായിട്ട് കുറവായിരുന്നു. അപ്പോൾ സാധാരണ മഴ പെയ്യുമ്പോൾ മഴ ലഭ്യത കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് കുറവാവാറില്ല. അപ്പോൾ ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ് മാഡം ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്നത്. എൽനിനോ അല്ലാണ്ട് മാഡം ജൂലിയൻ ഓസിലേഷൻ ഈ ഒരു ഡ്രോപ്പിന് ഒരു കാരണമാണ്. അപ്പോൾ എന്താണ് മാഡം ജൂലിയൻ ഓസിലേഷൻ നമുക്ക് നോക്കാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. മാഡം ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു ഓഷ്യൻ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനയാണ്. സമുദ്ര അന്തരീക്ഷ പ്രതിഭാസമാണ് മാഡം ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഈസ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന ക്ലൗഡ്, വിൻഡ്, റെയിൻഫോൾ, പ്രഷറിൻ്റെ ഒരു പൾസാണ് മാഡം ജൂലിയൻ ഓസിലേഷൻ. ഈക്വറ്ററിൻ്റെ അടുത്തായിരിക്കും ഈ ഒരു പ്രതിഭാസം സംഭവിക്കുക. എല്ലാ 30-60 ദിവസങ്ങളിലേക്ക് ഈ ഒരു പ്രതിഭാസം റിപ്പീറ്റേഷൻ ചെയ്ത് നടക്കും. ദാറ്റ് ഈസ് എൽനിനെ പോലെ 2-7 വർഷം കൂടുമ്പോഴല്ല ഈ ഒരു പ്രതിഭാസം ഉണ്ടാവുക. ദാറ്റ് ഈസ് എല്ലാ 30-60 ദിവസങ്ങളിൽ ഈ ഒരു പ്രതിഭാസം റിപ്പീറ്റ് ചെയ്തിട്ട് ഒക്കർ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളിലാണ് ഇത് മെയിനായിട്ട് പ്രൊമിനൻ്റ് ആയിട്ടും ഈ ഒരു പ്രതിഭാസം കാണാം. പ്രധാനമായും ഈ ഒരു പ്രതിഭാസത്തിന് 2 ഫേസസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എൻഹാൻസ് കൺവെക്റ്റീവ് ഫേസ്, രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് സപ്രസീവ് കൺവെക്റ്റീവ് ഫേസ് ആണ്. എൻഹാൻസ്ഡ് കൺവെക്റ്റീവ് ഫേസിൽ എന്താ നടക്കുന്നത് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സർഫേസിലത്തെ എയർ റൈസ് ചെയ്യും, കൺവേർജ് ചെയ്തിട്ട് റൈസ് ചെയ്യും. അതുപോലത്തെ അപ്പർ അറ്റ്മോസ്ഫിയറിലത്തെ എയർ ഡൈവേർജ് ചെയ്യാണ്. അപ്പോൾ കണ്ടൻസേഷൻ റൈസ് ചെയ്യുമ്പോൾ കണ്ടൻസേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ കൂടുതൽ മഴയുടെ ലഭ്യത കൂട്ടും. അങ്ങനെ മഴയുടെ ലഭ്യത കൂടും. അങ്ങനെ മഴയുടെ ലഭ്യത അധികമായിട്ട് നമുക്ക് ലഭിക്കും. സപ്രസ്ഡ് കൺവെക്റ്റീവ് ഫേസിൽ എയർ സർഫേസിൽ ഡൈവേർജ് ആണ് ചെയ്യുക. അപ്പർ അറ്റ്മോസ്ഫിയറിൽ എയർ കൺവേർജ് ചെയ്യും. അങ്ങനെ എയർ സിങ്ക് ചെയ്യും. എയർ സിങ്ക് ചെയ്യുമ്പോൾ എയർ വാമും ഡ്രൈ ആവും. അപ്പോൾ മഴയുടെ ലഭ്യത കുറയും. ദാറ്റ് ഈസ് എയർ വാമും ഡ്രൈ ആകുമ്പോൾ മഴയുടെ ലഭ്യത കുറയും. മഴയുടെ സാധ്യത, പെയ്യാനുള്ള സാധ്യത കുറയും. ഡ്രൈ വിൻഡായി കാരണം ദാറ്റ് ഈസ് മോയ്സ്ചർ കൂടുതൽ കൊണ്ടുവരില്ല. മൺസൂണിൻ്റെ സമയത്ത് ഇന്ത്യൻ ഓഷ്യൻ്റെ മേളിൽ ഒരു പ്രതിഭാസം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നമുക്ക് മഴയുടെ ലഭ്യത കൂടുതലായിരിക്കും. അതേസമയം മൺസൂണിൻ്റെ സമയത്ത് ഇത് പസഫിക് ഓഷ്യൻ്റെ മീതെ ദാറ്റ് ഈസ് മൺസൂണിൻ്റെ സമയത്ത് മഴയുടെ ലഭ്യത കുറയും. അതാണ് ഇപ്പോൾ മഴയുടെ ലഭ്യത കുറയാനുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. എൽനിനോ അല്ലാണ്ട് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മാഡം ജൂലിയൻ ഓസിലേഷനാണ് മഴയുടെ ലഭ്യത കുറയ്ക്കാനുള്ള കാരണം. മഴയുടെ ലഭ്യത കുറയാൻ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരെണ്ണം എൽനിനും വേറൊരെണ്ണം മാഡം ജൂലിയൻ ഓസിലേഷനുമാണ്. പിന്നെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ഉണ്ട്. അതൊക്കെയാണ് പല റീസൺസ്. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.